പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. ഇന്നത്തെ ദിവ്യബലിയിൽ 3 കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുക. ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിക്കുന്നു, പൗരോഹിത്യം സ്ഥാപിക്കുന്നു, പുതിയൊരു മാതൃക ഈശോ നൽകുന്നു. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നു. നിറഹൃദയത്തോടുകൂടെ തന്റെ കരങ്ങളിൽ അപ്പം എടുത്തിട്ട് ഇത് എന്റെ ശരീരമെന്നും വീഞ്ഞെടുത്തിട്ട് ഇത് എന്റെ രക്തമെന്നും ഇത് വാങ്ങി ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നുള്ള ദിവ്യകാര്യം സ്ഥാപിച്ചുകൊണ്ട് ഈശോ അന്ത്യത്താഴ വിരുന്നില് ദിവ്യകാര്യം നമുക്കായിട്ട് നൽകുന്നു. ഈശോയുടെ സ്വന്തം ശരീരവും രക്തവും നമുക്കായിട്ട് നൽകുന്നു. നമുക്കായിട്ട് നൽകിയ ദൈവമാകട്ടെ പുതിയൊരു മാതൃക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് ഈശോ പുതിയൊരു മാതൃക നമുക്ക് കാട്ടിത്തന്നു. അതോടൊപ്പം അതുവഴി തന്നെ പൗരോഹിത്യവും ഈശോ സ്ഥാപിച്ചു. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പുരോഹിതനെന്നും സ്വന്തം പാപങ്ങൾക്കും ജനങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടിയിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് പുരോഹിതനെന്നും ഈശോ ഇന്നത്തെ വചനത്തിലൂടെ പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ദിവ്യബലിയിൽ 3 കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതിപ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈശോ നമുക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് കരുണയുടെ വർഷമായിട്ടാണ് ഈ വർഷം മുഴുവനും നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാനും അത് വാക്കിലല്ല മറിച്ച് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിലെ ദിവ്യബലി അർപ്പിച്ച് കടന്നു പോയിട്ട് എല്ലാ വൈദികരെയും പൂർണ്ണമായിട്ട് ഈ ബലിയിൽ സമർപ്പിക്കാം. പൗരോഹിത്യ സ്ഥാപനമായതിനാൽ വൈദികരുടെ ദിനം കൂടിയാണ് ഇന്നേ ദിവസം നമ്മൾ ആഘോഷിക്കുക. ആയതിനാൽ എല്ലാ വൈദികരും നമ്മൾ നേതൃ രൂപത്തിലുള്ള അഭിമന്യ പിതാവിനെയും രൂപതാ വൈദികരെയും സന്യസ്ത വൈദികരെയും എല്ലാവരെയും ഈ ബലിയിൽ സമർപ്പിക്കാം. അതോടൊപ്പം യോഗ്യതയോടുകൂടെ ഓരോ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും യോഗ്യതയോടുകൂടെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഓരോ വിശ്വാസികളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ കാണിച്ചു തന്ന പുതിയ മാതൃക സഹോദരങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തണമെന്ന് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അവിടുത്തെ സ്നേഹിതരുമായ സഭയെ പരമേൽപ്പിച്ചുവല്ലോ. ഇത്രമൊക്കതായ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങൾ സ്നേഹത്തിന്റെയും ജീവന്റെ പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബ തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. എങ്കിലും കുടുംബം ഒരു ആട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരു ആടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു കൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും കൂലമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിൽ ഏന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യ ജാതിയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിലിന്റെ രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. കർത്താവിന്റെ വചനം. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗത്വമത്രേ. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്ന് എന്റെ ബന്ധങ്ങൾ തകർത്തു. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ഞാൻ എന്നേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗത്വമത്രേ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. സഹോദരരെ, കർത്താവിൽ നിന്നും എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശുവേ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുമേ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമേ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ വചനം. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും.
കർത്താവ് അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവിനോടുകൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം അവരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രന് യൂദാസ് കരീതയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോകുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലേക്ക് മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളം എടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലുങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബങ്ങളെ, നമ്മൾ വിശുദ്ധവാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തിരുനാളിലോട്ട് കടന്നിരിക്കുന്നു. അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഓശാന പെരുന്നാളിന് ചിന്തിച്ച ഒരു കാര്യം, ഇതിനു വേണ്ടിയാണ് യേശുനാഥൻ ഇവിടെ വന്നത്. യേശുനാഥൻ ഇതിനു വേണ്ടി തന്നെയാണ് ദൈവപുത്രനായി ഭൂമിയിൽ കടന്നു വന്നത്, തിരിച്ചു പോയത്. അപ്പോൾ എന്തിനു വേണ്ടി അവൻ വന്നോ അക്കാര്യങ്ങളാണ് നാം ഇപ്പോൾ അനുസ്മരിച്ച് കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഖത്തിൽ വികാരിയച്ഛൻ പറഞ്ഞു, ഇന്ന് 3 കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്ന് കുർബാനയുടെ സ്ഥാപനം. രണ്ടെന്താണ്? ആ കുർബാന തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി പൗരോഹിത്യം സ്ഥാപിക്കുന്നു.
മൂന്നാമതായിട്ട് നമുക്ക് നല്ലൊരു മാതൃക തരുന്നു. അതായത് ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി എപ്രകാരമായിരിക്കണം എന്നുള്ള വലിയ മാതൃകയാണ് അവിടെ യേശുനാഥൻ നൽകിയിട്ട് പോകുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഈ 3 കാര്യവും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഒരു വലിയൊരു കേന്ദ്ര ബിന്ദുവാണ്. ഇത് യേശുനാഥൻ മരിക്കുന്നതിന്റെ തലേന്നാണ് നൽകുന്നത്. യേശുനാഥൻ നാളെ മരിക്കും, അല്ലേ? നാളെ മരിക്കുന്നു, തലേന്ന് തരുന്നു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാനമായിട്ട് നൽകുന്ന ചില വാക്കുകളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്പനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്കിൾമാരൊക്കെ മരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു അനുഭവമുള്ളവർക്കാരൊക്കെ ഉണ്ട്? എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആർക്കും അനുഭവമില്ലേ? എനിക്ക് എൻ്റെ മമ്മി ഒരു കാര്യം പറഞ്ഞു, പക്ഷേ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. മമ്മി പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ അവധിക്ക് പോകുമ്പോഴൊക്കെ മമ്മി ഒരു വലിയ ലിസ്റ്റ് തരും. ഇന്ന ആൾ സോലാർ എത്തുന്നു, ഇന്ന അവിടെ രോഗികൾ മരിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പോകണം, ഇങ്ങനെ ഓരോരോ ലിസ്റ്റ് തരും. ഞാൻ പറയും എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല, 2 ദിവസം അവധിക്ക് വരുന്നതായിരിക്കും. അപ്പോഴാണ് ഈ വലിയ ലിസ്റ്റ് തരുന്നത്. പക്ഷേ ഞാൻ ഒരു ദിവസത്തിൽ പോയപ്പോൾ പറഞ്ഞു, മോനെ ഇന്ന ആളത് കണ്ടിട്ട് പോകണം, ഒത്തിരി സുഖമില്ല, ഞാനിപ്പോൾ സമയമില്ലെങ്കിൽ പോകണം. അപ്പം പറഞ്ഞു, എടാ നീ അവനെ നീ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് പിടികിട്ടില്ല. കാരണം എന്നെ പ്രസവിക്കാൻ സമയത്ത് അന്ന് സിസേറിയനായിരുന്നു. അന്നത്തെ പോലെ സുലഭമായിട്ടുള്ളതല്ല സിസേറിയനൊക്കെ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് അടുത്ത ആൾക്കാരൊന്നുമില്ലായിരുന്നു. ഈ ഒരു ആന്റിയാണ് പെട്ടെന്ന് അവരുടെ എല്ലാ ജോലിയും കളഞ്ഞ് ഓടി വന്ന് നിനക്ക് വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിനുശേഷം ഏത് അവധിക്ക് പോയിരുന്നാലും ഈ ആന്റിയെ ഒന്ന് മനഃപൂർവ്വം കാണാൻ ശ്രമിക്കും. കാരണം അമ്മ പറഞ്ഞു നൽകി പോയിട്ടുള്ള, നമ്മൾ മറക്കരുതെന്ന് പറഞ്ഞു നൽകി പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ അപ്പനോ അമ്മയോ മരണത്തിന് മുമ്പേ ചില കാര്യങ്ങൾ പറഞ്ഞു നൽകിയിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ ഓർമ്മിക്കണം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ തന്റെ മരണമൊഴി പോലെ യേശുനാഥൻ നമുക്കായിട്ട് നൽകിയിട്ട് പോകുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന, അതിനുശേഷം പൗരോഹിത്യ സ്ഥാപനം, അതിനുശേഷം നാം എപ്രകാരമാണോ ജീവിക്കേണ്ടത് അത്, ആ ഒരു ശൈലി, ഈ 3 കാര്യവും മരണം വരെ ലോക അവസാനത്തോളം നാം തുറന്നുകൊണ്ട് പോകണം എന്ന വലിയ ചിന്തയാണ് യേശുനാഥൻ നൽകുന്നത്. അല്ലെങ്കിൽ തന്നെ താൻ ജീവിച്ച പരസ്യജീവിതത്തിലും അല്ലാതെയും ജീവിച്ച അത്രയും കാലം എന്താണോ പറയാൻ ആഗ്രഹിച്ചത്, എന്താണോ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിച്ചത്, അതെല്ലാം നമുക്കായിട്ട് ഇങ്ങനെ നൽകിയിട്ട് പോകുന്ന ഒരവസ്ഥ. നമുക്ക് അപ്പുറത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കുന്ന വൈദികരെ ഓർത്ത് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ടായിരിക്കണം. വൈദികർ വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരുപാട് നന്ദി പറയേണ്ടതുണ്ടായിരിക്കണം. ഞാൻ ഒരു യൂത്തിലൊക്കെ പ്രവർത്തിച്ചിട്ട് സെമിനാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇടവക കൗൺസിലൊക്കെ 2-3 വർഷമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്ന ഒരു രീതിയുണ്ട്, അച്ഛന്മാർ വരും പോകും, പള്ളി നമ്മുടെയാണ്. അച്ഛന്മാർ വരും പോകും, പള്ളി നമ്മുടേതാണ്. ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ പകൽ പള്ളിയിലുണ്ടാകും, രാത്രി 10 മണി വരെയും ഉണ്ടാകും. അതിനുശേഷം പള്ളിയിൽ ആരുണ്ട്? പള്ളിയിൽ വികാരിച്ച് മാത്രമേ കാണുള്ളൂ. അവിടെ വെറും ശൂന്യമായിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും, വിശുദ്ധന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും, പിന്നെ വികാരിയച്ഛനും കാണാം. ഞാൻ സെമിനാരിയിൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് 4 പള്ളികളിൽ സേവനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പള്ളിയിൽ ഞാൻ എങ്ങനെ സേവനം ചെയ്തോ അതുപോലെ തന്നെയാണ് പോകുന്ന പള്ളിയിൽ സേവനം ചെയ്തത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പല ദേവാലയങ്ങളിലും ക്ലാസ്സുകൾ എടുക്കാനും സെമിനാർ എടുക്കാനും ക്യാമ്പുകൾ എടുക്കാനൊക്കെ പോകുമ്പോഴൊക്കെ എൻ്റെ പള്ളിയിൽ ഞാൻ എങ്ങനെ ചെയ്തോ അത് തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ നമ്മുടെ കൂദാശ പരിക്രമങ്ങൾ ഈ വൈദികർ വഴിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പഴയ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഹോളിലാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. ഇവിടെ ഈ സക്രാരി ഇല്ലെങ്കിൽ ഇതിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇത് വെറും ഹോളാണ്. ഈ സക്രാരി ഉള്ളത് കൊണ്ടാണ് ഇതൊരു ദേവാലയമായിട്ട് മാറുന്നത്. നമുക്ക് ലഭിക്കുന്ന ദൈവിക കൃപകളെ, കൂദാശകൾ വഴി നമുക്ക് ലഭിക്കുന്ന ദൈവിക കൃപകളെ പുരോഹിതന്മാർ വഴി നമുക്ക് ലഭിക്കുമ്പോൾ അവരെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് ശീലിക്കണം. അവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റസ് എന്നോ ഒരു ജോലിയെന്നോ എന്ന് പറയാൻ സാധിക്കില്ല. അതൊരു ബലിയാണ്, ഒരു ബലി കൊടുക്കലാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ബലി കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട്
അനേകം വിശുദ്ധരായ നല്ല നല്ല പുരോഹിതരെ നമുക്ക് ലഭിക്കണമെന്നും നൽകണമെന്നും ദൈവത്തോട് നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനുശേഷം നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ്, യേശു ഈ കുർബാന സ്ഥാപിക്കുന്നുണ്ട്. തൻ്റെ ജീവനും തൻ്റെ രക്തവും തൻ്റെ മാംസവും സകലതും നമുക്കായിട്ട് നൽകുന്ന ഒരു യേശു. ഓരോ ദിവ്യബലി സ്വീകരിക്കുമ്പോഴും യേശുനാഥൻ കാണിച്ച ഈ സ്നേഹം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ രക്തം നൽകി, തൻ്റെ ജീവൻ നൽകി, തൻ്റെ മാംസം നൽകി നമുക്ക് വേണ്ടി ഒരാൾ ഒരു 5 മിനിറ്റ് ഒരു ഫോൺ വിളിച്ച് നമ്മളെ സഹായിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി സഹായിക്കുമ്പോൾ നമുക്ക് അയാളോട് വലിയ കടപ്പാടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ യേശുനാഥൻ തൻ്റെ ജീവനും രക്തവും നമുക്കായിട്ട് നൽകുകയാണ്. നമ്മൾ ഇന്ന് ഇത് ഓർമ്മിക്കുന്നത്, നാളെ ഇത് കുറിച്ച് നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. നാളെ നടക്കാൻ പോകുന്ന ഒരു സിനിമയുടെ തിരക്കഥ നമ്മളിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് പോലെയാണ് ഈ പെസഹ ആഘോഷം. നാളെ അവൻ കുരിശിൽ നമുക്ക് രക്തം ചിന്തും, മാംസം ചിതറും, നമുക്ക് വേണ്ടി സ്വജീവൻ നൽകും. ഇന്ന് അതിൻ്റെ ഒരു കഥാരൂപം പോലെ നമ്മൾ അനുഭവ രൂപം പോലെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ കുർബാന സ്വീകരിക്കുമ്പോഴും യേശുനാഥനെ സ്വീകരിക്കുമ്പോഴും മനസ്സിലാക്കുക, അവൻ നമുക്കായിട്ട് മുറിയപ്പെട്ടു, നമുക്ക് വേണ്ടി അവന്റെ ജീവൻ നൽകി. യേശുനാഥനെ വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാക്കി മാറ്റിയെടുക്കണം. എപ്പോഴും ജീവിക്കുന്ന കുർബാനകളെ പോലെ യേശുനാഥൻ എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള വലിയ ബോധ്യത്തോടെ, വലിയ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടാനും മറ്റുള്ളവരോട് ഒപ്പമായിരിക്കുവാനും നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് യേശുനാഥൻ നൽകുന്ന വലിയൊരു മാതൃകയാണ് പാദക്ഷാളന. തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വലിയ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പാദക്ഷാളന കർമ്മം അവൻ നൽകുന്നുണ്ട്. ഈ ക്ഷാളന കർമ്മങ്ങളൊക്കെ യഹൂദയിലൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. യേശുനാഥൻ ഇതിനു വേണ്ടി കണ്ടെത്തിയ ഒരു സംഭവമായിട്ടല്ല, സാധാരണ ഉള്ള ഒരു കാര്യം തന്നെയാണ്. സാധാരണ വീടുകളിൽ 2 അടിമകളെ നിർത്തിയിരിക്കും. ഒന്നാമത്തെ അടിമ ഈ ചെരുപ്പിന്റെ അതിഥികൾ വരുമ്പോൾ ആ ചെരുപ്പിന്റെ അഴിച്ചു കൊടുക്കാൻ നിൽക്കും. അല്പം കൂടി താഴ്ന്ന നിലയിലുള്ള അടിമ വെള്ളമെടുത്ത് ആ ചെരുപ്പ് അഴിച്ചതിന് ശേഷം ആ വിരുന്നുകാരന്റെ പാദം കഴിയുന്ന ഒരു ശീലമുണ്ട്. ഈ 2 അടിമകളും നമ്മുടെ ജീവിതവുമായിട്ട് വലിയൊരു ബന്ധം നൽകുന്നുണ്ട്. ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞതാരാണ്? സ്നാപക യോഹന്നാൻ. ഈ പാദം കഴുകിയ അടിമയാരാണ്? യേശുനാഥൻ. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നാണ് യേശുനാഥൻ തന്റെ പ്രവർത്തന വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. പല കാലങ്ങളായിട്ട് ശിഷ്യന്മാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ വലിയവനാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെ ദാസനായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ 12 പേർക്കിടയിൽ എപ്പോഴും തർക്കമുണ്ടായിരുന്നു. ആരാണ് വലുത്? നീയാണോ? ഞാനാണോ? ആരാണ് വലുത്? ഇടയ്ക്ക് ഒരു ശിഷ്യന്മാരുടെ അമ്മ തന്നെ വന്ന് പറയുന്നുണ്ട്. ഏത് ശിഷ്യന്മാരുടെ അമ്മയെ കുറിച്ചാണ് സുവിശേഷം പറയുന്നത്? സബദിപുത്രന്മാരുടെ അമ്മയെ കുറിച്ച്. സബദിപുത്രന്മാരുടെ അമ്മ തന്നെ വന്ന് പറയുന്നുണ്ട്, നിന്റെ മഹത്വത്തിന്റെ കാലത്ത് എന്റെ മക്കളെ ഇടത്ത് വലത്ത് വരുത്തണം. നോക്കിക്കേ, ശിഷ്യന്മാർക്കിടയിൽ എപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആരാണ് വലുത്? സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു ചിന്താഗതി തന്നെയാണ്. ആരാണ് വലുത്? അതിപ്പോ നമ്മുടെ രാഷ്ട്രങ്ങൾ തമ്മിലായിരുന്നാലും ശരി, സംസ്ഥാനങ്ങൾ തമ്മിലായിരുന്നാലും ശരി, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലായിരുന്നാലും ശരി, നമ്മുടെ അയൽപ്പക്കങ്ങൾ തമ്മിലായിരുന്നാലും ശരി, കുടുംബ ബന്ധങ്ങൾ തമ്മിലായിരുന്നാലും ശരി, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ പോലും ആരാണ് വലുത്? ഈ ഒരു ചിന്ത തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ചിന്ത ഒന്ന് എടുത്തൊന്ന് മാറ്റി വെച്ച് നോക്കിയേ. ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ത് സുഖം അറിയാമോ? ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭയങ്കര സുഖമാണ്. ഈ ആരാണ് വലുത്? ഞാനാണോ? ഈ ഒരു ചിന്ത അങ്ങ് പതുക്കെ മാറ്റിവെച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. യേശുനാഥൻ ദൈവപുത്രനായിരുന്നിട്ടും തന്റെ എല്ലാ മഹത്വവും ചേർന്ന് നിന്ന് ജീവിച്ചുകൊണ്ട്, എന്നാൽ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ വേണ്ടി യേശുനാഥൻ അവിടെ തയ്യാറായിട്ട് വരികയാണ്. നമുക്കൊന്ന് ഒരു നിമിഷം കണ്ണടയ്ക്കാം. എല്ലാവർക്കും ഒന്ന് കണ്ണടയ്ക്കാം. അവിടുന്ന് നമുക്കായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അനുദിനം കുർബാനയിൽ അവനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നു. യേശുവേ, നിനക്ക് നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി വൈദികരെ നൽകുന്നതിനെ ഓർത്ത് യേശുനാഥ നന്ദി പറയുന്നു.
നമ്മുടെ ജീവിതത്തിൽ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടാനും നമുക്ക് വേണ്ടി നിന്നെപ്പോലെ ഒരാളെ നൽകുന്നതിന് നന്ദി പറയുന്നു. യേശുനാഥ, നീ കാണിച്ചു തന്ന പാദം കഴുകുന്ന ഒരു മനോഭാവം എനിക്ക് നൽകണമേ. കണ്ടെത്തുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമുക്കത് 12 ശിഷ്യന്മാരുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 പേരുടെ ഇരിപ്പുണ്ട്. ഇവരിൽ ആരുടെ പാദം കഴുകാൻ നമുക്ക് സാധിക്കും? ഇവരുടെ പാദം കഴുകാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഒറ്റ ഒരാൾ പോയില്ല. പ്രിയമുള്ളവരെ, അത് വേണ്ട. നമ്മുടെ അപ്പുറത്ത് ഇരിക്കുന്നവരുടെ പാദം കഴുകാൻ തയ്യാറാണോ? തയ്യാറല്ല. കുറച്ചുപേരൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്തേക്കാനൊക്കെ കഴിയും. നമുക്ക് ആ മനോഭാവമാണ് പ്രിയമുള്ളവരെ ആവശ്യം. ആ മനോഭാവമാണ് ആവശ്യം. അവരുടെ പാദം കഴുകുന്ന ഒരു മനോഭാവം വേറെ ആരുമല്ല. യേശുനാഥൻ കാണിച്ചു തന്ന ഒരു ശൈലിയാണിത്. യേശുനാഥൻ കാണിച്ചു തന്ന ജീവിത രീതിയാണ് ഇത്. നമ്മുടെ ഒരു സ്റ്റാറ്റസ് കുറയ്ക്കുന്ന ഒരു ശൈലിയല്ല. ഹൃദയത്തിൽ അങ്ങേയറ്റം ദൈവസ്നേഹവും ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളുള്ളവർക്ക് മാത്രമേ അവരുടെ പാദങ്ങൾ കഴുകാൻ സാധിക്കുകയുള്ളൂ. ആഴമായ ദൈവിക ചിന്ത ഉള്ളവർക്ക് മാത്രമേ അവരുടെ പാദങ്ങൾ കഴുകാനും അവരുടെ വേണ്ടി ശുശ്രൂഷിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടാകുകയുള്ളൂ. 2019 ഞാൻ റോമിൽ പഠിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പ അന്ന് ഈ സൗത്ത് സുഡാനിൽ വളരെയധികം വലിയ ഒരു ആഭ്യന്തര കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം വെട്ടിക്കൊല്ലുന്നു, മരിക്കുന്നു. വളരെ ആഭ്യന്തര രൂക്ഷമായ 2 കൂട്ടുകാരോടൊന്നുണ്ടായിരുന്നു. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഒരു ആംഗ്ലിക്കൻ ആർച്ച് ബിഷപ്പ് അവിടുത്തെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒരു പ്രതിപക്ഷ നേതാവിനെയും ചേർന്ന് വത്തിക്കാനിൽ കൊണ്ടുവന്നു. അവിടെ അവർക്കായിട്ട് ഒരു 2-3 ദിവസം ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പയെ കാണാൻ വേണ്ടി അവർ വന്നപ്പോൾ ഈ ഫ്രാൻസിസ് പാപ്പ അന്ന് തന്നെ 79 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ഈ ഫ്രാൻസിസ് പാപ്പ ഇവരുടെ അടുക്കൽ വന്ന് നേരെ അടുത്ത് വന്നപ്പോൾ അവർ എഴുന്നേറ്റ് കൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ പാപ്പ അവിടെ മുമ്പ് മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് അയാളുടെ പ്രസിഡന്റിന്റെ കാല് തൊട്ട് വണങ്ങുകയാണ്. അടുത്ത് വീണ്ടും എഴുന്നേറ്റാൻ കഴിയില്ല. എങ്കിലും സെക്യൂരിറ്റിക്കാർ സഹായിച്ച് വീണ്ടും എഴുന്നേറ്റ് വൈസ് പ്രസിഡന്റ് ലേഡിയാണ്. ഈ ലേഡിയുടെ കാൽപാദം തൊട്ട് വന്നിരിക്കുന്നു. 3ാമത് പ്രതിപക്ഷ നേതാവിന്റെ കാൽപാദം. 3 പേരെ തൊട്ട് വന്നിച്ചിട്ട് പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പരസ്പരം കലഹിക്കരുത്. സുഡാന്റെ പ്രസിഡന്റ് എവിടെ നിൽക്കുന്നു? ഫ്രാൻസിസ് പാപ്പ എവിടെ നിൽക്കുന്നു? അദ്ദേഹത്തിന് അത് ചെയ്യാൻ മനസ്സ് വന്നത് ഉള്ളിൽ ആഴമായ ദൈവിക ബോധ്യങ്ങളുള്ളതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലും യേശുനാഥൻ നൽകുന്ന ആഴമായ ദൈവിക ബോധ്യങ്ങളും ആഴമായ ദൈവിക സ്നേഹവും ആഴമായ യേശുനാഥനെ ചേർത്ത് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് തോന്നും. ചിരിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ചിരിച്ചുകൊണ്ട് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽപോലെ വലിയൊരു ദൈവിക പുണ്യമില്ലെന്നുള്ളതാണ്. നമ്മൾ സേവനങ്ങൾ ചെയ്യും, ഭിക്ഷ കൊടുത്താൽ പോലും മുഖത്തിൽ കർപ്പിച്ചായിരിക്കും കൊടുക്കുന്നത്. ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. യേശുനാഥൻ പഠിപ്പിക്കുന്ന വലിയൊരു മാതൃക ഇതാണ്. നമുക്ക് പരസ്പരം ചിലപ്പോൾ ഇവിടെ ഒരു പാദം കഴിയേണ്ടി വന്നാൽ പോലും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ആഴമായ ദൈവത്തെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്കിതെല്ലാം സാധാരണമായിട്ട് ചെയ്യുവാനും ഇതാണ് ക്രിസ്തീയ ശൈലി എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് യേശു നൽകുന്ന പുതിയ ഉടമ്പടി. പ്രിയമുള്ളവരെ, ഇത്തരം ബോധ്യങ്ങളെ മനസ്സിൽ ആഴമായിട്ട് പതിപ്പിക്കുക. നമ്മുടെ കുർബാന സ്ഥാപിച്ച വലിയ തിരുനാളാണ്. അതുവഴി അവൻ മുറിയപ്പെടുന്നു. നമുക്കിപ്പോൾ പൗരോഹിത്യം സ്ഥാപിച്ച ദിനമാണ്. നമുക്ക് വേണ്ടി പുരോഹിതരെ ഒരുക്കി തരുന്നു. നമുക്ക് വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുന്നു. നമുക്ക് യേശുനാഥന്റെ കൃപാവരങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുന്നു. യേശുനാഥൻ അതാ നമുക്കായിട്ട് ഒരു പുതിയ ഉടമ്പടി നൽകുന്നു. പുതിയ ഉടമ്പടി പരിശീലിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അനേക പേർക്ക് യേശുവിനെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകടയ്ക്കാം. യേശുനാഥ, നീ കാണിച്ചു തന്ന മാതൃകയിൽ നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നീ നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും കൃപ നൽകണമേ. ആമേൻ.
Amen.
സഹോദരനെ എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൽ അറിവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ തിരുസഭയെയും സഭയെ നയിക്കുന്ന ലിയോ പതിനാറാമൻ പാപ്പയെയും രൂപതാധ്യക്ഷൻ സർവ്വരാജ് പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഇടവക വികാരി മിനു വർഗീസ് അച്ഛനെയും ബ്രദറിനെയും അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കുരിശിന്റെ സന്ദേശം അനുദിനം അനുഭവിച്ചറിഞ്ഞ് സഹോദരങ്ങളോട് യഥാർത്ഥമായ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ അവരെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥാപിക്കുകയും തിരുശരീര രക്തങ്ങളെ പരിവർത്തനം ചെയ്ത് ജനത്തിന് ഭാഗിച്ചു നൽകുവാൻ അങ്ങേ മക്കളെ പുരോഹിതരായി ഉയർത്തുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളിലെയും സമൂഹങ്ങളിലെയും യുവാക്കൾക്ക് ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകി പൗരോഹിത്യ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന എന്നും യോഗ്യതയോടും ഭക്തിയോടും കൂടി സ്വീകരിക്കുവാനും ദിവ്യകാരുണ്യത്തിന്റെ സ്നേഹ സാക്ഷികളായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതവും ഉപേക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വിശുദ്ധവാരത്തിൽ യഥാർത്ഥ അനുതാപത്തിലൂടെ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും വീണ്ടും അനുഭവിക്കാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളെ ചെറുക്കുവാനുള്ള ആയുധമായി പ്രാർത്ഥനയും ഉപവാസവും മുറുകെ പിടിക്കുവാനും ഈ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് മാറി സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടായ മക്കളായി തീരുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലയിടയനായ ദൈവമേ, കഷ്ടതയിലും ദുഃഖത്തിലും ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിലേറ്റപ്പെട്ട യേശുവിന്റെ പീഡകളുടെ യോഗ്യതകളാൽ അവരുടെ വേദനകൾ അവരെ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും വേർതിരിഞ്ഞു പോയ വൈദികർ, മാതാപിതാക്കൾ, അൽമായർ എല്ലാവരുടെയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എല്ലാ നന്മകളെയും ഓർക്കുകയും തിന്മകളെ ക്ഷമിക്കുകയും ചെയ്ത് നിത്യമായ ശാന്തി
അവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ. എന്തെന്നാൽ കാലത്തിന്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Yeah.
സഹോദരന്റെ നിങ്ങളുടെയും സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. യുക്തവും ന്യായവുമാണതു ഞങ്ങൾ രക്ഷാകരവും ജഗൽപിതാവേ ക്രിസ്തുവാനാഥനെ മധ്യപ്രകൃതി പാതലം തന്നിൽ ഭരിച്ചുകൊണ്ട് ആദ്യത്തെ യാഗമനത്താൽ പരിത്രാണ പ്രാർത്ഥന പദ്ധതി പൂർത്തിയാക്കി നിത്യരക്ഷാമാർഗം ഞങ്ങൾക്കവിടുന്നു ചിത്തമലിഞ്ഞു തുറന്നു തന്നു.
വീണ്ടും പ്രതാപത്തിലാഗതനാകുമ്പോൾ പണ്ടു താൻ വാഗ്ദാനം ചെയ്തതുപോ ജാഗ്രതയോടെ കാത്തു വസിച്ചൊരു നിത്യ സമ്മാനവും കൈവരിക്കാൻ സർവജനങ്ങളും കർത്താവേ ഞങ്ങൾക്കും നിർവിഘ്നഭാഗ്യമുണ്ടായിടേണം. നാഗദൂതന്മാരായ ഗായകന്മാർ ദിവ്യപ്രതാപവങ്ങയെ പാടുന്നു. മംഗളം പാടി വണങ്ങിടുന്നു. ആദ്യ ദിവ്യകാലത്തൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു. താഴ്മയോടെ ആലപിച്ചിടുന്നു. താഴ്മയോടെ അതിനായി കാമഭാര്യതേ ദൈവമേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ വിനയപൂർവ്വം അങ്ങയോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാണിക്കകൾ, ഈ തിരുമുൾ കാഴ്ചകൾ വിശുദ്ധവും നിർമ്മലവുമായ ബലിവസ്തുക്കൾ സ്വീകരിച്ച് അങ്ങ് ആശീർവദിക്കണമേ. പ്രഥമമായി അങ്ങേ വിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇവ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങേ ദാസൻ ഞങ്ങളുടെ ലിയോ പാമ്പിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സെൽവരാജൻ നെഹ്റാനോടും അപ്പോസ്തലികവും കാതോലികവുമായ സത്യവിശ്വാസ പഠിപ്പിക്കുന്ന എല്ലാവരോടുമൊപ്പം ലോകമെങ്ങുമുള്ള തിരുസഭയെ സമാധാനം നൽകി സംരക്ഷിക്കുവാനും ഒന്നിപ്പിക്കുവാനും നയിക്കുവാനും കഴിയണമേ. കർത്താവേ, അങ്ങേ ദാസന്മാരും ദാസിമാരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. ഇവർക്ക് വേണ്ടി ഈ ബലി ഞങ്ങൾ അർപ്പിക്കുന്നു. ഇവരുടെ വിശ്വാസവും പ്രകടമായ ഭക്തിയും അങ്ങറിയുന്നുവല്ലോ. ഇവർ തങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇവരുടെ ആത്മാവിന്റെ പരിത്രാണത്തിനും പ്രത്യാശയ്ക്കത്തും ക്ഷേമത്തിനും ഭദ്രതയ്ക്കുമായി ജീവനും സത്യവും നിത്യദൈവവുമായി അങ്ങേക്ക് ഈ കാണിക്കകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട പരിശുദ്ധ ദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ സമസ്ത സഭയോടും എല്ലാ വിശുദ്ധരോടും വിശേഷ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ മാതാവും മക്കൾക്ക് പോലെ നിത്യകനികമായ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹിക്കുന്ന അപ്പോസ്തലന്മാരോടും അങ്ങേ രക്തസാക്ഷികളുമായ പത്രോസ്, പൗലോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, തോമ
യാക്കോബ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, ശിമയോൻ, തദീവോസ് എന്നിവരോടും ലീനസ്, ക്ലീറ്റസ്, ക്ലെമൻസ്, സിക്സ്റ്റസ്, കൊർന്നേലിയസ്, സിപ്രിയൻ, ലോറൻസ്, ജോൺ, പോൾ, കോസ്മോസ്, ഡാമിയൻ എന്നിവരോടും ഒന്ന് ചേർന്നുകൊണ്ടും അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ടും അവരുടെ പുണ്യബലങ്ങളും പ്രാർത്ഥനകളും വഴി എല്ലാ കാര്യങ്ങളിലും അങ്ങേ സംരക്ഷണത്തിന് സഹായം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ കഴിയണമേ. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ സേവനത്തിന്റെയും അങ്ങേ കുടുംബം മുഴുവന്റെയും ഈ കാഴ്ചദ്രവ്യം സംപ്രീതിയോടെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങേ സമാധാനത്തിൽ നയിക്കുകയും ഞങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് മോചിതരായി അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അജഗണത്തിൽ എണ്ണപ്പെടുവാൻ കനിയുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങേ ബലിവസ്തു എല്ലാ വിധത്തിലും ആശീർവദിച്ച് അംഗീകരിച്ച് സാധൂകരിച്ച് യുക്തവും സ്വീകാര്യമാക്കി തീർക്കുവാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേവ ഞങ്ങൾക്ക് അങ്ങേറ്റവും പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഞങ്ങൾ എല്ലാവരുടെയും രക്ഷയ്ക്കായി പീഡകൾ സഹിച്ചതിന്റെ തലേനാൾ, അതായത് ഈ ദിവസം പരിശുദ്ധവും ധന്യമായി തന്റെ കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് സർവശക്തനായ ദൈവവും തന്റെ പിതാവായ അങ്ങയുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തി അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അത്താഴം കഴിഞ്ഞ് അവിടുന്ന് വിശിഷ്ടമായി പാനപാത്രം പരിശുദ്ധവും ധന്യവുമായി തന്റെ കരങ്ങളിലെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും വിശ്വാസത്തിന്റെ രഹസ്യം അതിനാൽ കർത്താവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ അതേ ക്രിസ്തുവിന്റെ ധന്യമായ പീഡാസഹനവും മരിച്ചവരുടെ ഉയർപ്പും മകനുമായ സ്വർഗാരോപണം ഒത്തുകൊണ്ട് അങ്ങേ ദാസരായ ഞങ്ങളും അങ്ങേ വിശുദ്ധ ഗണവും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനദ്രവ്യങ്ങളിൽ നിന്ന് ഈ പവിത്ര ബലി, ഈ വിശുദ്ധ ബലി, ഈ നിർമ്മല ബലി, നിത്യജീവന വിശുദ്ധമായ അപ്പവും
നിത്യരക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് മക്കിത വൈഭവത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. അങ്ങേ ദാസൻ നീതിമാൻ ആബേലിന്റെ കാണിക്കകളും ഞങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാത്തിന്റെ ബലികളും അങ്ങേ മഹാപുരോഹിതനായ മെൽക്കീസേദെക്ക് അങ്ങേക്ക് അർപ്പിച്ച കാഴ്ചകളും അങ്ങ് സ്വീകരിച്ചതുപോലെ ഈ കാണിക്കകളും പ്രീതികരവും പ്രസന്നവുമായ മുഖത്തോടെ കടാക്ഷിക്കുകയും വിശുദ്ധ ബലിയായും നിർമ്മല യാഗമായും സ്വീകരിക്കുവാൻ കഴിയണമേ. സർവശക്തനായ ദൈവമേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ ബലി അങ്ങേക്ക് വിശുദ്ധ ദൂതന്റെ കരങ്ങൾ വഴി സംഭവിച്ച് അങ്ങേ മക്കളുമായ ആൾക്കാരിലേക്ക് അങ്ങേ മഹത്വമേറെ തിരുമുൻപിലേക്ക് സംവഹിക്കുവാൻ കൽപ്പിച്ചരുളിയാലും ഈ ബലിപീഠത്തിൽ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്ന് അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴെല്ലാം എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും പ്രസാദപരങ്ങളാലും ഞങ്ങൾ നിറയുമാറാകട്ടെ. കർത്താവേ, വിശ്വാസത്തിന് മുദ്രതയോടെ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോകുകയും സമാധാനത്തിന് നിദ്രയിൽ വിശ്രമിക്കുകയും ചെയ്യുന്നവരെ അങ്ങേ പ്രിയ ദാസിമാരെയും അങ്ങ് ഓർക്കണമേ. ഇവർക്കും ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്ന എല്ലാവർക്കും വിശ്രാന്തിയുടെയും പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെ ഇടം കനിഞ്ഞരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപികളെങ്കിലും അങ്ങേ ദാസരും അങ്ങേ അളവറ്റ കാര്യം ശരണം പ്രാപിക്കുന്നതുമായി ഞങ്ങൾക്ക് അങ്ങ് വിശുദ്ധ അപ്പോസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരെ യോഹന്നാൻ, സ്റ്റീഫൻ, മത്തിയാസ്, ബർന്നബാസ്, ഇഗ്നേഷ്യസ്, അലക്സാണ്ടർ, പീറ്റർ, ഫെലിസിത്ത, പെപ്പദ്വ, അഗത്ത, ലൂസിയ, ആഗ്ര, സിസിലിയ എന്നിവരുടെയും അങ്ങ് എല്ലാ വിശുദ്ധരുടെയും തെല്ലൊരു പങ്കാളിത്തവും സഹവാസവും കൽപ്പിച്ചരുളണമെന്നും അവരുടെ സമൂഹത്തിൽ യോഗ്യതകൾ പരിഗണിക്കുവാനായല്ല, കാരുണ്യം വർഷിക്കുവാനായി ഞങ്ങളെയും ചേർത്തരുളണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് വഴി അങ്ങ് എല്ലാ നന്മകളും നിരന്തരം സൃഷ്ടിക്കുകയും പവിത്രീകരിക്കുകയും ജീവശക്തി കൊണ്ട് നിറയ്ക്കുകയും ആശീർവദിക്കുകയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുവല്ലോ. ക്രിസ്തുവിനോടുകൂടെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാപരമായ കൈവനങ്ങളാൽ ക്രോധിതരായ ദിവ്യോപദേശത്താൽ രൂപകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, യുഗത്തിലങ്ങയുടെ താഴത്തിൽ പരിഘോഷിതരായതുപോലെ പരത്തിലും സംതൃപ്തി അടയുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു.